CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് കോട്ടോളിൽ നിന്നും 11.40 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി കിടങ്ങൻ വീട്ടിൽ 42 വയസ്സുള്ള ലിസൺ, വെസ്റ്റ് മങ്ങാട് വടാശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള രാകേഷ് എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം കമ്പിപ്പാലം സ്റ്റോപ്പിന് സമീപം KSRTC ലോ ഫ്ലോർ ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 4 വയസ്സുകാരി ഉൾപ്പെടെ 9ഓളം പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 3ഓടെയായിരുന്നു അപകടം. CCTV തിച്ചൂർ മേഖല കേബിൾ TV ഓപ്പറേറ്ററും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖല മുൻ പ്രസിഡന്റുമായിരുന്ന തിച്ചൂർ രാധാകൃഷ്ണന്റെ നിര്യാണത്തിൽ COA കുന്നംകുളം മേഖലാ കമ്മിറ്റി അനുശോചിച്ചു. അനുസ്മരണ യോഗത്തിന് മേഖലാ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ അധ്യക്ഷനായി. ചാലിശ്ശേരി മുക്കിൽ പീടികയിൽ അജ്ഞാതർ വീട്ടിൽ ആക്രമണവും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ശേഷം ഗൃഹനാഥനായ TP സലീം പള്ളിയിലേക്ക് പോയ സമയത്താണ് വീടിന് നേരെ വ്യത്യസ്ത രീതിയിലുള്ള ആക്രമണം നടന്നത്. വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് KSEBയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും വൈകിട്ട് 6 മുതൽ 12 മണിവരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നു എന്ന പരാതി വ്യാപകമാണ്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിക്ക് കോടതിയിൽ തിരിച്ചടി. വിവാദമായ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സുരേഷ് ഗോപിയുടെ ഹർജികൾ എറണാകുളം ACJM കോടതി തള്ളി. ആലത്തൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 2ാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി കാട്ടകമ്പാൽ മേഖലയിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി. വെങ്ങാമുക്ക് തെക്കുമുറിയിൽ നിന്നും ആരംഭിച്ച പര്യടനം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കരിച്ചാൽ കടവ്, കുരിശുപള്ളി പരിസരത്തേക്കും കാഞ്ഞിരത്തിങ്കൽ സെന്ററിലേക്കും സ്വീകരിച്ചാനയിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി നിർവഹിച്ചു. 7ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കമായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് ലളിതകലാ അക്കാദമിയുടെയും ഗ്രാമകം കൾച്ചറൽ അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു. ഏപ്രിൽ 6, 7, 8 എന്നീ 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. ഗ്രാമകം നാടകോത്സവം 7ാമത് സീസണിലെ ആദ്യ നാടകം കവചിതം പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. പഞ്ചമി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യത്തിനും അഴിമതിക്കുമെതിരെയുള്ള പൊട്ടിത്തെറിയായി മാറി. ഗ്രാമകം നാടകോത്സവം വിളംബരത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മുട്ടുംവിളിയും വേലൂർക്കാർക്ക് പുതിയ അനുഭവമായി മാറി. കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിനുള്ളിൽ പെരുന്നാളുകൾ, നേർച്ചകൾ തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന വാദ്യകലാരൂപമാണ് മുട്ടുംവിളിയും. രാഗം വോയിസ് ഓഫ് വെള്ളറക്കാടിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മനപ്പടി മസ്ജിദിൽ നടത്തിയ നോമ്പുതുറയിൽ വിവിധ മതസ്ഥരായ നിരവധി പേർ പങ്കെടുത്തു. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം ഒരുക്കി. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സംഗമത്തിൽ ദയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൾ അസീസ് അധ്യക്ഷനായി. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 മണിവരെ നടക്കുന്ന യോഗത്തിൽ MA ആൻഡ്രൂസ് കോലഞ്ചേരി സംസാരിക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.